ഭാഗികമായി ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ധാരണയിലേക്ക് ഒമാനും ഇറാനും എത്തുകയാണ്. മൂന്നാം കക്ഷിയെ ഒഴിവാക്കിക്കൊണ്ട് ഹോർമുസിൽ ഇറാന് മേൽക്കൈ നൽകുന്ന കരാറിൽ അമേരിക്കയുടെ നിലപാടാണ് ഇനി നിർണായകം. റഷ്യയും ചൈനയും ഒഴികെയുള്ള രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് 7% ഫീസ് ഏർപ്പെടുത്തണമെന്ന നിലപാടിലാണ് ഇറാൻ. 3% ഫീസ് ഈടാക്കണമെന്ന് ഒമാനും ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് അമേരിക്ക ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കാർത്തിക്, അമേരിക്കയുടെ നിലപാട് അത് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നതും. എന്തായിരിക്കും ഇക്കാര്യത്തിൽ അമേരിക്ക പറയാൻ പോകുന്നത്? ഹരി, ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് താൽക്കാലികമായ ഒരു ക്രമീകരണം ഒരുക്കുന്ന ധാരണയിലേക്ക് ഇറാനും ഒമാനും എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഉടൻ ഉണ്ടാകും എന്ന സൂചനകളാണ് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി നൽകുന്നത്. ഈ കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിടുന്നില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 പാതകളായി തിരിച്ചുകൊണ്ട് താൽക്കാലിക ക്രമീകരണം ഒരുക്കുകയാണ് ലക്ഷ്യമിടുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെ പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കുന്ന കപ്പലുകൾ അത് ഇറാൻ തീരത്തൂടെ പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കണം. തിരിച്ച് പുറത്തേക്ക് ഇറാൻ്റെ അനുമതിയോടുകൂടി ഒമാൻ തീരത്തുകൂടി പുറത്തേക്ക് പോകണം. ഇതാണ് നിലവിലെ ധാരണ എന്നാണ് കഴിഞ്ഞ ദിവസം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും അല്പസമയത്തിനകം സംയുക്ത പ്രസ്താവന പ്രതീക്ഷിക്കുന്നു. ആ പ്രസ്താവനയിൽ ഇറാനും ഒമാനും എത്തിച്ചേർന്ന ധാരണകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉണ്ടാകും. എന്തായാലും ഇറാന് മേൽക്കൈ നൽകുന്നതാണ് പുതിയ കരാർ എന്ന വിമർശനം ആദ്യഘട്ടം മുതൽ ഉണ്ട്. അമേരിക്കയ്ക്കും ഈ അഭിപ്രായമുണ്ട്. ഇതിനോട് അമേരിക്കയ്ക്ക് അതൃപ്തി ഉണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അമേരിക്ക ഈ കരാറുമായി ബന്ധപ്പെട്ട് അവസാന നിമിഷം എന്തൊക്കെ ഭേദഗതികൾ നിർദ്ദേശിക്കുന്നു, അത് ചർച്ച ചെയ്യാൻ ഇറാൻ സന്നദ്ധമാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും അന്തിമ കരാർ. എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് ഒരു ഡീലിലേക്ക് ഉടൻ എത്തും എന്നാണ്. അതായത് ഒരു താൽക്കാലിക കരാറിലേക്ക് ഇറാനും ഒമാനും ഉടനെ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുവഴി ഹോർമൂസ് കടലിടുക്ക് വഴി ഉള്ള കപ്പൽ ഗതാഗതം അത് താൽക്കാലികമായെങ്കിലും തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ യുദ്ധത്തിന് മുൻപ് ഏതാണ്ട് ദിവസം 150-ലധികം കപ്പൽ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 8-ൽ താഴെ കപ്പലുകൾ മാത്രമാണ് അതുവഴി കടന്നു പോകുന്നത്. അത് സൃഷ്ടിക്കുന്ന വലിയ തോതിലുള്ള പ്രതിസന്ധിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ ജൂണിലെ വെടിനിർത്തൽ കരാറിലടക്കം വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കാൻ ഹോർമൂസ് തുറക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തും, ഒരു താൽക്കാലിക കരാറിലേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 60 വർഷത്തെ കാലയളവിൽ ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ടോളോ ഫീസോ ഈടാക്കിയിരുന്നില്ല. എന്നാൽ റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ചില റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. അതായത് ഇറാൻ ഹോർമൂസ് വഴിയുള്ള ചരക്ക് ഗതാഗതത്തിന് ഫീസ് ഈടാക്കാൻ ഉദ്ദേശിക്കുന്നു. 5 മുതൽ 7% ഫീസാണ് ഈടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ചൈന, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾക്കൊഴികെ ബാക്കിയുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും ചരക്ക് കപ്പലുകളിൽ നിന്ന് ഈ ഫീസ് ഈടാക്കാനാണ് അവരുടെ നീക്കം എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മറുവശത്ത് ഒമാനാകട്ടെ 3% തീരുവ ഇത്തരത്തിൽ ഫീസ് വാണിജ്യ കപ്പലുകളിൽ നിന്ന് ഈടാക്കും എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഇത് സംബന്ധിച്ച അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും താൽക്കാലിക കരാറിൽ 60 ദിവസത്തേക്ക് ഫീസ് ഇല്ലാതെയാണ് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത ക്രമീകരണം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 60 ദിവസത്തിന് ശേഷം ഇത്തരത്തിൽ ഫീസ് ഈടാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇറാൻ കടക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 60 വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സാഹചര്യങ്ങളിലേക്ക് ഹോർമൂസ് എത്തും. അതാണ് ഈ യുദ്ധം സൃഷ്ടിച്ച ഒരു പ്രതിസന്ധി. എന്തായാലും ഇറാനും ഒമാനും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടത്തിയ ആ ചർച്ചകൾ ഫലം കാണുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താൽക്കാലികമായെങ്കിലും ഹോർമൂസ് തുറക്കാൻ വഴിയൊരുങ്ങുന്നു എന്നും ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഹരി, അല്ലേ കാർത്തിക്, അത് തന്നെയാണോ നമ്മൾ ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയ പശ്ചാത്തലം പിന്നീട് ഹോർമൂസുമായി ബന്ധപ്പെട്ട് വരെ യുദ്ധത്തിൻ്റെ ആംഗിൾ മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ കണ്ടതാണ്. ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിനുശേഷം ട്രംപിൻ്റെ പ്രസ്താവനയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോഴേക്കും ട്രംപ് പറയാൻ ഉദ്ദേശിക്കുന്നതും ഏകദേശം ഒരു ധാരണ ഉടനെ തന്നെ ഉണ്ടാകും. വരും മണിക്കൂറുകളിൽ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഹോർമൂസുമായി ബന്ധപ്പെട്ടൊരു ധാരണ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതൊരു ശാശ്വത പരിഹാരമായിട്ട് കൂട്ടാൻ കഴിയുമോ എന്നുള്ള നിർണായകമായ ചോദ്യം. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും മാറിയും തിരിഞ്ഞും വരാമെന്ന് നമ്മൾ നേരത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പേ കാണുന്ന ഒരു കാര്യം കൂടിയാണ്. അതാണ് ജൂൺ 17-നാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കരാറിൽ ഇറാനും US ഏർപ്പെട്ടത്. എന്നാൽ 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പരസ്പര ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. മധ്യേഷ്യൻ രാജ്യങ്ങളിലടക്കം US അസറ്റുകൾ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തി. അമേരിക്കയാകട്ടെ ഇറാന് മേൽ ശക്തമായ ആക്രമണം നടത്തി. അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോൾ വെടിനിർത്തൽ കരാർ നിലവിൽ ഇല്ല. അതായത് ജൂൺ 17-ന് ഒപ്പുവെച്ച കരാർ
നിലവിൽ പ്രാവർത്തികമായി നടപ്പാക്കുന്നില്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ ചർച്ചകളിലേക്ക് കടക്കണമെങ്കിൽ ആണവ ആയുധം ഒഴിവാക്കണമെന്നതടക്കം US മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ചർച്ച പുനരാരംഭിക്കണമെങ്കിൽ ഹോർമൂസിൽ ഒരു മാറ്റം അനിവാര്യമാണ്. നമുക്കറിയാം, ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇറാന്റെ തന്ത്രപ്രധാന നിലപാടുകൾ അവർ സ്വീകരിച്ചതെല്ലാം ഹോർമൂസിലായിരുന്നു. ഹോർമൂസിൽ കപ്പലുകൾ തടഞ്ഞുകൊണ്ട് അവരുടെ നീക്കം അത് ഈ യുദ്ധത്തിൽ വലിയ തോതിലുള്ള വഴിത്തിരിവിന് വഴിവെച്ചു. അത് ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. മറിച്ച് വീണ്ടും അതേപോലെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല. മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറാൻ കണ്ട ഏറ്റവും വലിയ യുദ്ധമാണ് ഇനി വരാൻ പോകുന്നത് എന്നൊരു മുന്നറിയിപ്പ് ഒരാഴ്ച മുമ്പ് ട്രംപ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു പുതിയ ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. എന്തായാലും ഹോർമൂസിൽ പരമാധികാരം സംബന്ധിച്ച ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ ഇല്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് പുതിയ ധാരണയും പുതിയ ഇടക്കാല കരാറും. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അതിനും അപ്പുറത്തേക്ക് അവിടെ ഫീസ് അടക്കം നിർണ്ണയിച്ചുകൊണ്ട് പരമാധികാരം ഉറപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. എന്തായാലും കപ്പലുകളിലടക്കം പരിശോധന വേണമെന്നടക്കമുള്ള നിബന്ധനകൾ ഇറാൻ സൈന്യം മുന്നോട്ട് വെച്ചതായാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ ഈ 60 ദിവസം താൽക്കാലിക ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഫീസ് ഈടാക്കുകയോ മറ്റ് ഇത്തരത്തിലുള്ള പരിശോധനകളോ ഉണ്ടാവില്ല എന്ന് വ്യക്തമാകുന്നു. എന്തായാലും ഹോർമൂസ് കടലിടുക്കിലൂടെ പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കുന്ന വാണിജ്യ കപ്പലുകൾ അത് ഇറാൻ തീരത്തുകൂടെയും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ഒമാൻ തീരത്തുകൂടി പോകുമ്പോൾ ഇറാന്റെ അനുമതിയും വേണം എന്ന നിലയിലാണ് നിലവിൽ കരാർ സംബന്ധിച്ച് പുറത്തുവരുന്ന വിശദാംശങ്ങൾ. ഹരി, ശരി, വ്യക്തമാണ്. വി ആർ കാർത്തികാണ് വിശദാംശങ്ങൾ നൽകിയത്.